ഇല്ല എനിക്ക് എന്തോ നമ്മുടെ മേലൊക്കെ പെരുത്തു പോകത്തില്ലേ, പേടിയാണോ എൻ്റെ അകവാള് വെട്ടി. പിന്നെ ഞാൻ ഓർത്ത് ചേച്ചി കഴിഞ്ഞു, ചേച്ചി ഇല്ല, തീർന്നു നോർത്തു. പാല് കൊടുത്തിട്ട് ഇങ്ങോട്ട് കിടന്നതും എന്തോ ഒരു ഒച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ച. ഞാൻ ആ റൂമിൽ നിന്ന് എങ്ങനെ ഞാൻ ചാടി എണീറ്റ് ഞാൻ ആ ചേച്ചിയുടെ റൂമിൽ ഞാൻ ഓടിയെത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്. എനിക്ക് നല്ല വേദന എടുത്തതിൻ്റെ സ്റ്റിച്ച് പൊട്ടി. ഇത് കേൾക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചേച്ചി വാതിലിൻ്റെ പുറകെ മാറി നിൽക്കുന്നുണ്ട്. ഇവൻ എന്തോ ചെയ്തു, ഞാൻ പറഞ്ഞില്ല ഒരു ഗത ഉണക്കാത്ത സാധനം ഉണ്ടെന്ന്, അതുകൊണ്ട് റൂമിൽ അലമാരിയുടെ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ കേസ്, അതായത് ദീപ്തി ടീച്ചറിൻ്റെ എക്സ് ഹസ്ബൻഡ് ടീച്ചറിനെ ഉപദ്രവിച്ചു, ടീച്ചർ അനുഭവിച്ച കൊടും ക്രൂരതകൾ, പെയിൻ കില്ലറിൻ്റെ ആക്രമണം, അതൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തു, റിയാക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ടീച്ചറിനെ എതിരായിട്ട് നെഗറ്റീവായിട്ട് വന്നവരെയൊക്കെ ടീച്ചർ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പോലും ടീച്ചറിനെയും ഫാമിലിയെയും ആരും വെറുതെ വിടുന്നില്ല. വീണ്ടും 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 ടീച്ചറിനെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കമൻറ്റ് നമ്മൾ പറയുമ്പോൾ നമ്മളെ ബാധിക്കുന്നില്ല, നമ്മുടെ ശരീരം തട്ടുന്നില്ലല്ലോ എന്ന് പറയും നമ്മുടെ കമൻറ്റുകൾ വരുമ്പോൾ. ഞാൻ 2 ദിവസം ഇന്നലെയാണല്ലേ വേടൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ മെന്നാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന, ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന് നെഗറ്റീവായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ആരെങ്കിലും കുടുക്കിയതായിരിക്കാം, ഓക്കെ, സത്യമാണ്. പക്ഷേ അത് എനിക്ക് വന്ന കമൻറ്റുകൾ ഞാൻ ഒരുപാടൊക്കെ ഡിലീറ്റ് ചെയ്തു, കുറച്ചൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ നല്ലപോലെ ഈ വീഡിയോസ് ഫുള്ള് കാണില്ല കേട്ടോ, തുടക്കത്തിൽ കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് കൊണ്ടുവന്ന് തെറി കമൻറ്റുകൾ ഇടും. വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ റീച്ചൊന്നും വലിയ ചാനലൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള തെറി കമൻറ്റൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ. പക്ഷേ മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്. നമ്മൾ ആരെയും ഇപ്പോൾ ഏതൊരു വീഡിയോസ് ആയാലും, നമ്മൾ രേണുസുധിയുടെ വീഡിയോ ആയാലും ഞാൻ ആരുടെയും വിമർശിച്ചോ, എൻ്റെ അഭിപ്രായം മാത്രം ഞാനതിൽ പറയും, അല്ലാതെ ഞാൻ ഒരാളുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കാറില്ല. കാര്യം ചെയ്ത് അതുപോലെ സത്യസന്ധത, അതായത് ഒരു കേസ് വന്ന ഉടനെ, അതായത് ഒരു ഇഷ്യൂ വന്ന ഉടനെ ഞാനടുത്ത് റിയാക്ട് ചെയ്യാറില്ല. കാര്യം അതിനെക്കുറിച്ച് എത്രമാത്രം സത്യസന്ധത ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ അത് ചെയ്യാറുള്ളൂ. പക്ഷേ ഇതങ്ങനൊന്നുമല്ല, വീഡിയോസ് ഒന്നും കാണില്ല, ജസ്റ്റ് ഒരു തമ്പനയിൽ മാത്രം കണ്ടിട്ട് കയറി അങ്ങ് ചീത്ത വിളിക്കുക. അതാണ് ഈ പുറത്ത് നിൽക്കുന്നവരുടെ ലക്ഷ്യം. നിങ്ങൾ കമൻ്റ് ഇടുക, അത് സഭ്യമായ ഭാഷയിൽ നല്ല രീതിയിൽ ഇടുക. അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ, പോട്ടെ. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് ഇനി വീണ്ടും തെറിവിളിക്കാനുള്ള ശേഷിയില്ല. നിങ്ങൾ കമൻറ്റുകൾ ഇടുമ്പോൾ നല്ല കമൻറ്റ്സ് എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും ഒന്ന് ഇട്ടാൽ വളരെ സന്തോഷമായിരുന്നു. പോട്ടെ. ദീപ്തി ടീച്ചറിൻ്റെ കേസിലും അതാണ് കേട്ടോ. ടീച്ചറിനെ മനസ്സിലാക്കാതെ, ടീച്ചർ നന്മ എന്ത് ചെയ്താലും, ടീച്ചർ എന്ത് കാര്യം ചെയ്താലും നെഗറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിയിട്ട്, എന്നാൽ നിങ്ങളൊന്ന് നന്മകൾ ചെയ്ത് കാണിക്കും, നിങ്ങൾ ഒരാളെങ്കിലും ഒന്ന് സഹായിക്കും. ടീച്ചറിൻ്റെ വീഡിയോസ് ഫുള്ള് കാണാതെ ടീച്ചറിനെ വിമർശിക്കാനായിട്ട് മാത്രം കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കമൻറ്റ്സ് ഇടുന്നവരെയൊക്കെ കാര്യം എന്താണ് സത്യസന്ധത ഉണ്ടെങ്കിൽ ഓക്കെ. ടീച്ചർ പറയുന്നുണ്ട് എബോട്ടിലിൻ്റെ നമ്പറുണ്ട്, നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നൊക്കെ പറയുന്നത് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടീച്ചർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം പറഞ്ഞ് നമ്മുടെ അമ്മു രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് അറിയാലോ, അമ്മു പറയുന്നുണ്ട് എന്തൊക്കെയാണ് ദൃക്സാക്ഷിയാണ് അമ്മു. ടീച്ചർ അനുഭവിച്ച ദുഃഖങ്ങളുടെയൊക്കെ ദൃക്സാക്ഷിയാണ്. ടീച്ചർ എത്രമാത്രം വിജയ് എന്ന് പറയുന്ന ടീച്ചറിൻ്റെ എക്സ് ഹസ്ബൻഡിനെ സ്നേഹിച്ചിരുന്നു എന്നതിന് തെളിവാണ് അമ്മു പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ അമ്മുവിൻ്റെ തലയൊക്കെ പെരുകുച്ച്. അമ്മു ആ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് എന്തായാലും അമ്മു പറയുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന്, ഞാൻ കുറച്ചു കാലം അവിടെ ആയിരുന്നു. അവിടെ അങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ പുറത്ത് പോയിട്ട് മുറ്റത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അടുക്കള വാതക്കത്തിന് മറ്റേ ചെറിയുണ്ടല്ലോ, അതെടുത്തിട്ടില്ല. അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വിജയ് ഇങ്ങനെ അമ്മ ദീപ്തിയുടെ കഴുത്തേൽ ഇങ്ങനെ 2 കൈകളും മണ്ടി മുട്ടിട്ട് കൂട്ടി പിടിച്ചിട്ട് ഇവളെ ഡോർ തെള്ളി, അവളൊക്കെ ഡോറെ പിടിച്ചിരിക്കുക. ആ തള്ളോടുകൂടി ഇവള് മുറ്റത്ത് വീണു. ഞാനാണ് ഇവളെ എടുത്ത് അത് വീട്ടിൽ നിന്ന് ചേച്ചി ബലമായിട്ട് വിളിച്ചോണ്ട് പോയതാ, ചിറ്റാറിന് പോകാണ്ട് വിളിച്ചോണ്ട് പോയി. ഞാൻ കോഴി എടുത്ത് വന്നപ്പോൾ ഞാൻ ചെറുതോ വിജയ് ചോദിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു മിണ്ടത്, ഒരു വല്ലാത്തൊരു മുഖത്തോടെ ഇങ്ങനെ മിണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മിണ്ടണമായിട്ട് ഞാൻ തീരുമാനിക്കും, എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ട് പരിക്കാക്കുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഫിക്സും കൂടെ വന്നു, ചേച്ചിക്ക് ഫിക്സും വന്നു. അപ്പോൾ എല്ലാവരും കൂടി അവിടെ കാര്യം കൈയെല്ലാം തിരിഞ്ഞ് ശരിയാക്കി താക്കോലൊക്കെ കൊണ്ട് കൈ കൊടുത്ത് അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് റൂം കയറി കഥ അടച്ചു. ഞാൻ തട്ടി ഡോർ തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാവർക്കും ഞാൻ പറയുന്നത് പറ്റത്തില്ല, അവൾ തന്നെ വീണതല്ല, നീ അവിടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളിയിലേക്ക് തള്ളിയതാ, അതിന് അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്.
ഞാൻ കുറേ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ നടപ്പിലാക്കുന്നത്. ഞാൻ പറഞ്ഞാൽ നീ ഇവിടെ നടപ്പിലാക്കട്ടെ. ഞാൻ ഇന്നലെ പണ്ടേ അവളോട് പറഞ്ഞത് ഇങ്ങനെ ഒഴിവാക്കുന്ന ഞാൻ പല പ്രാവശ്യം അവളോട് പറയുന്നത്, അത് അവൾ കേട്ടില്ല. ശരിയാകും എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ട് ഇനി ശരിയാക്കണ്ട, ഇനി നീ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നില്ല, നീ പറയാനുണ്ടോ പഠിക്കും. എന്നിട്ടും ചേച്ചി പിടിച്ചു തന്നു. ആ ഒരു വൃത്തിയായിട്ടവനെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു അന്ന് കളഞ്ഞേച്ച് പോയി കളഞ്ഞു. ഇല്ലടി നന്നാവും, എനിക്കറിയായിട്ടനെ നന്നാവും കൊണ്ട് എത്ര നാളാ ഒരു കാലൻ്റെ പറയുന്നത്, എത്ര നാൾ. പിന്നെ ഒരു കാര്യം കൂടെ, ഒരിക്കൽ പോലും വീട്ടിൽ അറിഞ്ഞിട്ടില്ല വിജയ്ക്ക് വേറെ കുട്ടികളുണ്ടെന്ന് പറയുന്നത്, ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അത് മറച്ചു വെച്ച് ഈ സമൂഹത്തിൽ എത്രയോ ആൾക്കാരങ്ങനെ ഓരോ ആൾക്കാരുടെ ജീവിതം തുലയ്ക്കുന്നുണ്ട്. അതിന് ദൃസാക്ഷികൾ എത്രയോ പേരുണ്ട്. ഒരിക്കൽ പോലും അവളോട് പറഞ്ഞിട്ടില്ല. അവളും ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. അവളവിടെ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട്, അവൻ്റെ അമ്മയായിട്ട് സഹകരിച്ചിട്ടുണ്ട്, അവൻ്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നല്ല അറിവും നല്ല ദൂരവും നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. എന്നിട്ട് പോയി എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിവരമുണ്ടെന്ന് അഭിനയിക്കുന്നത് വിദ്യാഭ്യാസമുള്ളവരാണ്. എൻ്റെ തോന്നലാണ് കേട്ടോ, അത് ഞാൻ ആരെയും ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, എൻ്റെ തോന്നലാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ചെക്കത്തരം കാണിക്കുന്നത്. മനസ്സിൽ വരുന്നത് വീഡിയോ ചെയ്യുമ്പോഴെല്ലാം ഏട്ടാന്ന് പറഞ്ഞ് ചെയ്തിട്ട് ഇപ്പം കുഞ്ഞാവെ കിട്ടിയപ്പോൾ അയാൾ കുറ്റക്കാരനായി, അയാൾ മോശക്കാരനായി, അയാളെ കുറിച്ച് തെറി പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം അതിൽ ദീപ്തി ടീച്ചർ പറയുന്നുണ്ട്, മാക്സിമം അദ്ദേഹത്തോടൊപ്പം മുന്നോട്ട് പോകാനായി ശ്രമിച്ചിരുന്നു. അയാൾക്ക് വേറൊരു വിവാഹം കഴിച്ചു 2 മക്കൾ അതിലുണ്ട് എന്നറിഞ്ഞ ആ ഒരു ചതി മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ദീപ്തി ടീച്ചർ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത്രയും അടി ഇടി ബഹളം എല്ലാം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെ ഉപേക്ഷിക്കാനായിട്ട് ടീച്ചർ തയ്യാറല്ലായിരുന്നു. അതിന് കാരണം പറയുന്നുണ്ടല്ലോ, ഇവര് എത്ര അടി ഇടിയൊക്കെ ചെയ്തിട്ട് പിറ്റേന്ന് അല്ലെങ്കിൽ പിന്നെ അന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോ ഞാൻ ഇത് ചെയ്യത്തില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, നീയാണ് എനിക്ക് വലുത്, അതാണ് ഇതാണെന്നൊക്കെ പറയുമെന്ന് പറഞ്ഞില്ലേ. ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇവരെയൊന്നും വിട്ടു പോകാനായിട്ട് തോന്നാത്തത്. അതാണ് ടീച്ചർ ഇവിടെ പറയുന്നത്. അതിനെ ടീച്ചറിനെ വിമർശിക്കുകയാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് അങ്ങനെ വന്നാൽ മാത്രമേ നമ്മളിതൊക്കെ മനസ്സിലാക്കിയുള്ളൂ കേട്ടോ. പുറത്തുനിന്ന് ഒരാൾ പറയുമ്പോൾ അത് എത്ര പറഞ്ഞാലും അതൊരു കള്ളത്തരമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. അത് സ്വാഭാവികം. എന്തായാലും അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ കിടു ഇതുപോലെ ചേച്ചിനെ മടിയിൽ ചോറുമ്മ. വിജയ് അത്രയും നേരം അവിടെ ഒരു ചാരി കസേര മുടക്കുന്ന കസേരയുണ്ട്, അതേ ചാരി കിടന്നുകൊണ്ട് ടി വി കാണുന്നു. എന്തോ ഞങ്ങളെ കാണുമ്പോഴേ പുള്ളി ചീത്ത വിളിക്കുന്നത്. ഞങ്ങളുടെ വണ്ടി ആ മുറ്റത്തോട്ട് വരുമ്പോൾ തന്നെ പുള്ളി ചീത്ത വിളിക്കുന്നത്. എന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ. അന്നേരമൊക്കെ ബോധമില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യം. ഏട്ടനും കുറേ മാക്സിമം പിടിച്ചേക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കുഞ്ഞിന് ചോറ് കൊടുത്തോണ്ടിരിക്കുവാണേ. ഞാൻ ആ ടേബിളിൻ്റെ അടുത്തൊരു കസേരയിൽ ഇരിക്കുന്നു, ഏട്ടന് അവിടെ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു കസേരയിൽ ചാരിയിരിക്കുന്നു. പെട്ടെന്ന് പാത്രം വലിച്ച് തറയിലടിച്ച് കുഞ്ഞിനെ രീതി ചെയ്തിനെ തട്ടിപ്പുറത്ത് നോക്കി ഇതിന് കാലുമാരി തറയിലടിച്ച് ഞാൻ ഇതിനെ കൊല്ലുന്നു തോന്നുന്നു. എൻ്റെ ദൈവമേ, അന്നേരത്തേക്ക് സുലുവമ്മ അലറുവാണോ, ദീപ്തി ചേച്ചി ബലം പിടിച്ച് നിൽക്കുക. ഏട്ടൻ അന്ന് ഒരക്ഷരം പോലും പറഞ്ഞില്ല. ഏട്ടൻ അറിയാം, ഏട്ടൻ ചേച്ചി ഒന്ന് നോക്കിയതേ ഉള്ളൂ. ചേച്ചിക്ക് കാര്യം മനസ്സിലായി. കാരണം ബോധം ഇല്ലാത്തവനെ തല്ലിട്ട് കാര്യമില്ല, ബോധം ഉള്ളപ്പോൾ തല്ലുന്നത്. കള്ള് കുടിച്ചിട്ട് ആരെയും ഇതിൽ പറയുന്നുണ്ടല്ലോ, അതായത് എന്തെല്ലാം ഇയാൾ ചെയ്താലും ദീപ്തി അതെല്ലാം അങ്ങ് മറച്ചു വെക്കുമായിരുന്നു. കാര്യം അതിനൊരു കാരണമുണ്ട് കേട്ടോ. അപ്പം അത് തിരിച്ചു പറഞ്ഞല്ല, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണ്. നമ്മൾ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തൊരു ജീവിതം, അപ്പോൾ അത് ഇത്രയും മോശമാണെന്ന് പേരൻസിനെ അറിയിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഒരു കുറ്റബോധം, ആ ഒരു കുറ്റബോധം കൊണ്ട് നമ്മൾ മാക്സിമം പലതും അങ്ങ് സഹിക്കാൻ തയ്യാറാവും. അതാണ് ഇവിടെ നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അത് മാത്രമല്ല, അയാൾ അന്ധമായിട്ട് ടീച്ചർ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രമാത്രം ഉപദ്രവം സഹിച്ചാലും ഇയാൾ നന്നാവും, നാളെ നന്നാവും, അങ്ങനെ നന്നാവും. അതിനാണല്ലോ ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ ഇയാളെ കൊണ്ടുവന്ന് ആക്കിയത്. ഇയാളോടൊപ്പം തന്നെ മുന്നോട്ട് പോകാനായിട്ട് ടീച്ചർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീച്ചറിനെ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്? നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒരാളെ കുറ്റപ്പെടുത്താവും, അല്ലാതെ ചുമ്മാതെ കയറി അങ്ങ് ഇത് സോഷ്യൽ മീഡിയ അല്ലേ, നമ്മൾ അത് ഈ നെഗറ്റീവ് കമൻസ് ഇരുന്നവരൊന്നും കറക്റ്റ് ഐഡിയ ആയിരിക്കത്തില്ല, എല്ലാം ഫേക്ക് ഐഡിയ ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ദിവസം മുന്നേ എടുക്കുന്ന ഐഡീസ് എടുത്ത് നിങ്ങളിങ്ങനെ തെറി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത്? എന്ന് പറയും നമ്മൾ പുറപ്പുള്ളവർ പറയുമ്പോൾ നിങ്ങളെ ബാധിക്കുന്നവർക്ക് കമൻ്റ് ഇല്ല, അതവിടെ കിടക്കട്ടെ. പക്ഷേ എത്ര അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിൽ അതൊരു വിഷമമായിട്ട് ഇങ്ങനെ. കാര്യം നമ്മളൊരു കുറ്റവും ചെയ്യാതെ നമ്മളിങ്ങനെ ക്രൂശിക്കപ്പെടുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര വേദനയാണ്. അത് അങ്ങനെ ഉള്ളവർക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഇത്രയും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഇനിയും അയാളോടൊപ്പം ജീവിക്കണമെന്ന് ഇവർ പറയുന്ന ഈ എക്സ് ഹസ്ബൻഡ് അത്രയും നല്ല മനുഷ്യനാണെങ്കിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ട് ഇയാൾ എന്താ ഒരു വീഡിയോ എങ്കിലും എടുക്കാത്തത്? ഒരു ഷോർട്സ് അല്ലെങ്കിൽ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ലൈവിലെങ്കിലും വന്ന് ഞാൻ ഇങ്ങനെയാണ്, എന്നെക്കുറിച്ച് പറയുന്നതെല്ലാം മോശമാണ്, തെറ്റാണ് എന്ന് ഇയാൾ പറയാത്തത്? ഇയാൾ കള്ളനാണ്.
ഇയാൾ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ട്. കാരണം ടീച്ചറിനെ ആരാധിക്കുന്ന ആളുകൾ ഇയാളുടെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഇയാളെ എടുത്ത് പഞ്ഞിക്കിടും എന്നൊരു ചിന്ത ഇയാൾക്കുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ഇയാൾ പുറത്തോട്ട് വരാത്തത്. ഇയാൾ അത്രയും തെറ്റുണ്ടായിട്ടാണല്ലോ ഇയാളുടെ സത്യസന്ധത ഇയാൾ പുറത്ത് കൊണ്ടുവരാത്തത്. ഇയാൾ അല്ലെങ്കിൽ വന്ന് കറക്റ്റ് ഇതെല്ലാം കള്ളത്തരമായിരുന്നെങ്കിൽ ആരെങ്കിലും പ്രതികരിക്കില്ലായിരുന്നോ? ഇയാളുടെ ഫാമിലി മെമ്പേഴ്സ് പ്രതികരിക്കില്ലായിരുന്നോ? അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞ സത്യസന്ധമായ കാര്യങ്ങളാണ്. അത് നിങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്? അല്ലാതെ ഇങ്ങനൊരു ചാനൽ വന്നിരുന്ന് തൻ്റെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് ഇങ്ങനെ പറയേണ്ട കാര്യം ടീച്ചറിനുണ്ടോ? ടീച്ചറിന് അത്യാവശ്യം നല്ല റീച്ചുള്ള ചാനലാണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. അത്രയും ഇതുള്ള ടീച്ചർ ഒരിക്കലും ഇങ്ങനൊരു നെഗറ്റീവ് തൻ്റെ പുറത്ത് തന്നെ ചെളി വാരി എറിയാനായിട്ട് ശ്രമിക്കുമോ? താൻ അയാളോട്ട് വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെ അതൊക്കെ പറഞ്ഞില്ലേ ടീച്ചർ? വളരെയധികം സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് എന്തൊക്കെ പറയണം പറയണ്ട എന്ന് കട്ട് ചെയ്യാതെ എന്താണോ പറയുന്നത് അത് പറയുന്നത്. അവിടെ ഒരു കള്ളത്തരവും ഇല്ല. അതുപോലെ തന്നെ ടീച്ചർ ഒരു പ്രൊമോഷൻ പോലും, ഞാൻ ആ ടീച്ചറിൻ്റെ ഇപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു, ടീച്ചർ ഒരു പ്രൊമോഷൻ പോലും ചെയ്യാറില്ല. ഒരു ബ്യൂട്ടി ടിപ്സും ബ്യൂട്ടി പ്രോഡക്ട്സും പ്രൊമോഷൻ ചെയ്യാറില്ല. ടീച്ചർ പറയുന്നുണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾക്കെല്ലാം ഇവർ മെയിൽ അയക്കും ഞങ്ങളുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ 6 മാസം ഉപയോഗിച്ച് നോക്കട്ടെ അതിന് ശേഷം ഞാനിത് ചെയ്യാമെന്ന് പറയുമ്പോൾ അവരെ സമ്മതിക്കില്ല. ടീച്ചർ അങ്ങനെയുള്ള പേയ്മെൻ്റ് ഒന്നും വേണ്ട. മനസ്സിലായോ? ഈ വീഡിയോയിലൂടെ ചെയ്യുമ്പോൾ ടീച്ചർ എന്താണോ അത് പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചിട്ട് അതിലൂടെ കിട്ടുന്ന പേയ്മെൻറ്റ് എന്തെങ്കിലും അത് മാത്രം മതി. അതിൽ നിന്നൊരു ചെറിയ തുക മറ്റുള്ളവർ സഹായിക്കാനായിട്ട് എടുക്കുന്നില്ലേ? നമ്മൾ ചെയ്യുന്നുണ്ടോ? നമുക്ക് 1000 രൂപ നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടി, നമുക്ക് 50 രൂപയുടെ 500 രൂപയുടെ ആവശ്യമുള്ള 500 രൂപ ആർക്കെങ്കിലും കൊടുക്കാൻ നമ്മൾ വിചാരിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ ചെയ്യുന്നവരെ എന്തിനാ വിമർശിക്കുന്നത്? അവരെ അതൊക്കെ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നല്ലതുപോലെ മുന്നോട്ട് ജീവിച്ച് പോട്ടെ. നല്ലൊരു ഫാമിലി ബ്ലോഗറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുള്ള് നമുക്ക് കാണാനായിട്ട് തോന്നുന്ന ഒരു നല്ലൊരു ചാനലാണിത്. പിന്നെ വേറൊരു കമൻറ്റ് വന്നത് ദീപ്തി ടീച്ചറിൻ്റെയൊക്കെ പഴയ വീഡിയോസിലെല്ലാം നല്ല കാര്യങ്ങൾ ചേട്ടായി എന്ന് പറഞ്ഞ നല്ല കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ട് എന്തിനാണ് അദ്ദേഹത്തിനെ കുറിച്ച് മോശം പറയുന്നത്? നമ്മൾ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ വീഡിയോസിൽ ഫാമിലി വ്ലോഗ് ചെയ്യുന്നതെല്ലാം നമ്മൾ നേരിൽ കാണുന്ന കാര്യങ്ങളല്ല. അതായത് അവിടെ ചിലപ്പം തെറി വരും, ചിലപ്പോൾ അടിയും ബഹളവും വരും. അതൊക്കെ നമുക്കെടുത്ത് പുറത്ത് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കിനും അവിടെയും പറയും ഇതൊക്കെ നാടകമാണ്, നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. അവിടെയും നമുക്ക് വിമർശനങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കാനാണ്. അപ്പോൾ അവരൊക്കെ വിചാരിക്കും നമ്മുടെ ഫാമിലി വ്ലോഗ് കണ്ടിട്ട് എല്ലാവരും ചിരിക്കി സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്നേ വിചാരിക്കുന്നുള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്. എല്ലാത്തിനും എന്തിനും കുറ്റങ്ങൾ എല്ലാത്തിനും തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരുങ്ങുന്നവർക്ക് ഒരിക്കലും ഒരു ഇത് കിട്ടില്ല കേട്ടോ. ഫുള്ള് അവരെന്ത് കണ്ടാലും അതിനെ നെഗറ്റീവായിട്ടേ കാണുകയുള്ളൂ. അത് അവരുടെ ഒരു ക്യാരക്ടറാണ്, അത് മാറ്റം വരില്ല. എന്നാലും ദീപ്തി ടീച്ചറിന് സപ്പോർട്ടായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ടീച്ചറിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടെ ഉണ്ടാകും. അതിന് പുറമെ പിന്നെ എന്ത് വേണം? എല്ലാ ടീച്ചർ അതുപോലെ ടീച്ചറിൻ്റെ കുഞ്ഞാവ, പിന്നെ ഫാമിലി മെമ്പേഴ്സ്, ആ കുഞ്ഞു വാവ എല്ലാം കൂടെ ഉണ്ട്. പിന്നെ ടീച്ചർ എന്തിനു വിഷമിക്കണം? മുന്നോട്ട് നല്ലപോലെ തളരാതെ മുന്നോട്ട് പോവുക. വരുന്നവരെ നെഗറ്റീവ്സ് എല്ലാം അവിടെ കിടക്കട്ടെ, അവിടെ കിടന്ന് പുകഞ്ഞു തീരട്ടെ, മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക. അപ്പം ഇത്രയേ ഉള്ളൂ. അമ്മുവിനെ പോലൊരു കുട്ടിയെ ആ ഫാമിലിയിലോട്ട് കിട്ടിയത് ഭയങ്കര ഒരു ഇതാട്ടോ. ഇത്രയും സപ്പോർട്ടാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ തമ്മിലുള്ള ബോണ്ടിങ് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നും നല്ലതുപോലെ നിങ്ങളുടെ ഫാമിലി മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.